ഇതിൻ്റെ കാഴ്ച നമ്മളൊക്കെ കേട്ടതിനേക്കാൾ അതിഭയാനകമാണ്. നമുക്കറിയാം ഏകദേശം 2-3 ഏക്കറോളം സ്ഥലം ഇതിൻ്റെ ഭാഗമായി താഴേക്ക് വന്നു. ഇവിടെ ആ സമയത്ത് ശബ്ദം കേട്ട് നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് യഥാർത്ഥത്തിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കാത്ത തരത്തിൽ വെള്ളത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിച്ചത്. അല്ലെങ്കിൽ 10-15ഓളം വീടുകൾ താഴെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമായിരുന്നു. തീർച്ചയായും ഒരു ഇടപെടൽ ആവശ്യമുള്ള മേഖലയാണ്. കോന്നിയിൽ കനത്ത മഴയിൽ കൊക്കാത്തോട്, തേക്കുതോട്, വയ്യാറ്റുപുഴി വലിയ ഉരുൾപൊട്ടിയിരുന്നു. നമ്മളിപ്പോൾ തേക്കുതോടാണുള്ളത്. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും അതിൻ്റെ ഒരു ഭീകരത. താഴോട്ട് പോകുമ്പോൾ ചില വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇപ്പം ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കോന്നി MLA KU ജിനീഷ് കുമാറുടെ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ MLA ഉണ്ട്, കളക്ടറോട് ചേരുകയാണ്. സാർ, ഇവിടെ വലിയൊരു ഉരുൾപൊട്ടലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും. യഥാർത്ഥത്തിൽ 31-ന് അതിരാവിലെ ആദ്യം കിട്ടുന്ന കോൾ ഈ സ്ഥലത്തു നിന്നാണ്. ഇവിടെ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടെന്നുള്ളതായിരുന്നു ആദ്യത്തെ കോള്. ആ സമയം തന്നെ നമ്മൾ റവന്യൂ ഉദ്യോഗസ്ഥരോട് അറിയിക്കും. അവരെല്ലാം ഇവിടെ എത്തി ബഹുമാനപ്പെട്ട MLA യുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തനവും നടത്തിയത്. ഇപ്പോൾ ഇന്നാണ് യഥാർത്ഥത്തിൽ നേരിട്ട് വന്ന് കാണുന്നതിനൊരു അവസരം ലഭിച്ചത്. ഇതിൻ്റെ കാഴ്ച നമ്മളൊക്കെ കേട്ടതിനേക്കാൾ അതിഭയാനകമാണ്. നമുക്കറിയാം ഏകദേശം 2-3 ഏക്കറോളം സ്ഥലം ഇതിൻ്റെ ഭാഗമായി താഴേക്ക് വന്നു. ഇവിടെ ആ സമയത്ത് ശബ്ദം കേട്ട് നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് യഥാർത്ഥത്തിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കാത്ത തരത്തിൽ വെള്ളത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിച്ചത്. അല്ലെങ്കിൽ 10-15ഓളം വീടുകൾ താഴെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമായിരുന്നു. തീർച്ചയായും ഒരു ഇടപെടൽ ആവശ്യമുള്ള മേഖലയാണ്. തീർച്ചയായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതാണ്. പ്രാഥമികമായി എത്ര നഷ്ടം എങ്ങനെ പ്രാഥമികമായി? അല്ല, നഷ്ടം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റോഡുകളുമായി ബന്ധപ്പെട്ട് PW റോഡ്സും പഞ്ചായത്തിൻ്റെ റോഡുകളുടെ പഞ്ചായത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്ക് ലഭിച്ചില്ല. ഇന്നാണ് യഥാർത്ഥത്തിൽ ഓഫീസിൽ തന്നെ നിൽക്കാൻ സമയത്ത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് പുറകെ പോകുന്നുണ്ട്. ജിയോളജി വകുപ്പിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു കിട്ടുന്ന റിപ്പോർട്ട് പറയാൻ വലിയ ഉരുൾപൊട്ടൽ 3 സംഭവിച്ചില്ലേ? അതെ, 3 സ്ഥലങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറിയ ഉരുൾപൊട്ടൽ അല്ലേ? മണ്ണിടിച്ചിലാണ്. ബാക്കിയുള്ളതെല്ലാം മണ്ണിടിച്ചിലും ലാൻഡ് സ്ലിപ്സുമാണ്. അത് റാന്നിയിലും കോന്നിയിലും റാന്നിയിലും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 3 സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്ന ആളുടെ ഒരു പ്രതികരണമുണ്ട്. പ്രസിഡന്റിലേക്ക് വരാം. നമ്മൾ ഈ സംഭവം കണ്ടിരുന്നു. ചേട്ടാ, ഇവിടെ എങ്ങനെ അന്നത്തെ അനുഭവം ഒന്ന് പറയാമോ? അനുഭവം പറഞ്ഞാൽ രാത്രി ഒരു 12:45 കഴിഞ്ഞപ്പോൾ തൊട്ടൊരു എരപ്പുണ്ട്. വലിയ അസാധാരണമായ ഒരു എരപ്പാണ്. അതിനെക്കുറിച്ചൊരു എന്താണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു എരപ്പ് കേട്ടു. അപ്പം തന്നെ അത് കേട്ടോണമെന്ന് എഴുന്നേറ്റ് വന്നു. റോഡേ കയറി നോക്കുമ്പോൾ അന്നേരം വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല. എന്നാലും ടോർച്ചെടുത്തും മൊബൈലും എടുത്ത് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവുന്ന രീതിയിലേക്ക് എടുത്ത് തിരിച്ചു വന്നപ്പോൾ ലൈനെല്ലാം റോഡേ കിടക്കുക. അപ്പം നോക്കിയപ്പോൾ വെള്ളം വരും. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഈ വീടിൻ്റെ അടിയിടി ഇടിഞ്ഞ് വരികയാണെന്നാണ് ഞാൻ ധരിച്ചത്. അപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാം അങ്ങോട്ട് ആ കാടുള്ള പറമ്പിൽ കൂടെ അപ്പുറത്തോട്ട് പോയി. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ വരുന്ന വലിയ മരം, ഇവിടുന്ന് തന്നെ മരം അവിടെ വന്നു. എൻ്റെ വീടിൻ്റെ പടിക്കൽ തന്നെ വന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഉരുൾ പൊട്ടിയതാണ്, ഇത് വേറെ ഒന്നുമല്ല, ഉരുൾ പൊട്ടിയതാണ് എന്ന് മനസ്സിലായി. പിന്നെ ആൾക്കാരെല്ലാം വിളിച്ചു. ഇത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉടനെ വിളിച്ചു. അദ്ദേഹവും ബാക്കി ആൾക്കാർ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പിന്നെ ബാക്കി അന്നേരം കണ്ട ആളുകളെയൊക്കെ ലൈനിൽ കിട്ടുന്ന ആളുകളെയൊക്കെ വിളിച്ചു. പലരെയൊക്കെ വിളിച്ചപ്പോഴും കിട്ടിയില്ല. കിട്ടിയവരൊക്കെ അന്നേരമൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നു അന്നേരം തന്നെ നമ്മളതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തി. അവിടെ നിന്നൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വേറെ അടുത്ത വെള്ളം കയറാത്തൊരു വീട്ടിലേക്ക് മാറ്റി. ബാക്കി എല്ലാ കാര്യങ്ങളും അന്നേരം ചെയ്ത് എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ സഹായം എല്ലാം ഉണ്ടായിരുന്നു. നല്ല നിലയിൽ സഹായിച്ചത് കൊണ്ടും മാത്രമാണ് ഈ കുറച്ച് ആളുകൾ ജീവനോടെ ഇന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കാണത്തില്ലായിരുന്നു. അവരവസ്ഥയായിരുന്നു. ഒരുപാട് ഭൂമി ഇടിഞ്ഞു പോയി. വലിയൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച ഒരു 2:30 ആയപ്പം എൻ്റെ ഒരു അയൽവാസി വിളിച്ചു. അപ്പോൾ എൻ്റെ വീട് മൂഴിക്കാം. അപ്പം ഞങ്ങളുടെ ഒരു 3 നിലയാണ് വീട്. അപ്പോൾ ഏറ്റവും അടിയിൽ താമസക്കാരുണ്ടായിരുന്നു. ആ വെള്ളം എന്നോടപ്പോൾ അക്കരയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ അമ്മാമ്മ വെള്ളം കയറി വരുന്നു, ആ താഴെ താമസിക്കുന്നവരെയൊക്കെ മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ വെള്ളം ഇങ്ങ് മുറിയുടെ അടുത്തോട്ടായി. ഞങ്ങൾ പിന്നെ താഴെ ചെന്ന് അവരെല്ലാം മാറ്റി. അല്ലെ ആ 7 പേരും തീർന്നു പോയനായിരുന്നു. അന്നേരം അതിഭീകരമായിരുന്നു. അപ്പോഴാണ് കവിത മെമ്പർ എന്നോട് 2:30 ആയപ്പോൾ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ തൂമ്പാക്കുളത്ത് ഉരുൾ പൊട്ടിയിട്ടുണ്ട്, അതാണ് വെള്ളം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ MLA എന്നെ വിളിച്ചു 3 മണിയായപ്പോൾ. അപ്പം പിന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി രാവിലെ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു ഭയാനകമായ ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം ഇവിടെ മൊത്തം മണ്ണുകൊണ്ട് മൂടിക്കിടക്കുമായിരുന്നു. അടിവശത്ത് ഇവിടെ ഒരു 50 വീട്ടുകാരുണ്ട്, 100 വീട്ടുകാരോളം ഉണ്ടോ ഒറ്റപ്പെട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് നമ്മൾ 2 JCBയും 2 പിന്നെ ടിപ്പറും എല്ലാം കൊണ്ടുവന്ന്
പിറ്റേ ദിവസം ആദ്യമേ താഴെ ആ കലുങ്കിൻ്റെ അവിടുത്തെ മണ്ണെടുത്ത് മാറ്റി അവർക്ക് സഞ്ചാരയോഗ്യമാക്കാം. കാരണം ഇവിടുന്ന് വരുന്നവർക്ക് നമുക്ക് യാത്ര ചെയ്യാനൊക്കത്തില്ല, ഇവരൊറ്റപ്പെട്ട് കിടക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടിയന്തരമായിട്ട് അവിടുത്തെ മണ്ണ് നീക്കം ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് ഇവിടെ 3 ദിവസം കൊണ്ട് നമ്മളിവിടെ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്തു. ഈ എംഎൽഎയോട് ചോദിച്ചത് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയൊരു എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അങ്ങയുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തി, കടുത്ത വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നത് നിർഭാഗ്യവശാൽ. അല്ല, ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവത്തുള്ളൂ. കാരണം ഒരു മലയാകെ അങ്ങ് ഒലിച്ച് വരിക. അപ്പോൾ അത് എത്രമാത്രം ഭയാനകമാകുമെന്ന് നമുക്കറിയാം. അത്ഭുതം കൊണ്ടാണ്, ഭാഗ്യം കൊണ്ടാണ് ആ വീടുകളിലൊക്കെയുള്ള ആളുകൾ ജീവൻ രക്ഷപ്പെട്ടത്. ഇവിടെ വന്നു, അത് ആ സൈഡിലേക്കാണ് സാധാരണ പോവേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് താഴ്ത്തും പോയി, കുറച്ച് റോഡേയും പോയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതെല്ലാം നശിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും മണ്ണിനടിയിലായി പോയതിനെയും അതൊരു ഭാഗ്യമായി കരുതാം. 1:30 സമയത്ത് തന്നെ ഇവരെല്ലാം വിളിച്ചു. അപ്പോൾ എന്താ സ്ഥിതി? അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോൾ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് പ്രസിഡൻറ്റ് താഴെ ഇറങ്ങാൻ പറ്റില്ല. ആ ഭാഗം മൊത്തം വെള്ളം കയറി, ആ നദി വന്ന് അവിടെ കല്ലാറിലെ വെള്ളം അവിടെ എല്ലാം വന്ന് കയറി, മൂഴിയിലെ കടകളിലും എല്ലാം കയറി. അപ്പോൾ ഇതിൻ്റെ വിഷയം ഈ അവസ്ഥയൊന്നും പുറം ലോകം അങ്ങനെ അറിയുന്നില്ല. കാരണം നിങ്ങൾക്കും ആർക്കും, മീഡിയാസിന് ആർക്കും ഇവിടെ എത്തപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല. ഞാനപ്പോൾ തന്നെ കളക്ടറെ ആദ്യം തന്നെ വിളിച്ചു, സാറേ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടർ ആദ്യം എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴാണ് റാന്നിയിലെ ഇഷ്യൂ വരുന്നത്. റാന്നി വെള്ളം കയറി, പിന്നെ അദ്ദേഹം അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇതേപോലെ 3 സ്ഥലത്താണ് ഇതേപോലെ ഒരേ സമയം ഈ താലൂക്കിൻ്റെ 3 സ്ഥലത്ത്. ഇതിലും ഭയാനകം കൊക്കാത്തോട്ടിലായിരുന്നു. കൊക്കാത്തോട്ട് അത്ഭുതം, 2 വീട് അപ്പുറം ഇപ്പുറം നിൽക്കുക, അതിൻ്റെ നടുക്കൂടെ പൊട്ടിയങ്ങ ജീപ്പൊക്കെ പോയി, ബൈക്കൊക്കെ കിലോമീറ്ററുകൾ ഒലിച്ചു പോയി, അവിടുത്തെ സാധനങ്ങളെല്ലാം പോയി, വീടിൻ്റെ ഭാഗങ്ങളെല്ലാം പോയി. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഈ വീടുകൾ ഇതായിരിക്കുന്ന വീടുകൾ പോലെയുള്ള വീടുകളുടെ എല്ലാം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞങ്ങ് പോവുക. ഇപ്പം നമുക്ക് നാട്ടിൽ നമുക്ക് കാണാം, അങ്ങനെ 100 കണക്കിന് വീടുണ്ട്. പൂർണ്ണമായി 8 വീടേ പോകുന്നുള്ളൂ കണക്കെങ്കിലും അത്തരത്തിൽ 100 കണക്കിന് വീടുണ്ട്. പക്ഷേ ഇപ്പം നിൽക്കുന്ന നമ്മുടെ നോംസിൽ അവരെ ഒരാളെയും സഹായിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ക്യാബിനറ്റിൻ്റെ പ്രത്യേക തീരുമാനം ഉണ്ടാവണം. കളക്ടർ ആ യോഗത്തിൽ പറഞ്ഞതിന് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതിന് താഴെ നിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും എല്ലാം ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പോസ്റ്റുകളെല്ലാം പോയി, ഇന്നുകൊണ്ടോ അല്ലെങ്കിൽ നാളെ കൊണ്ടോ കറണ്ട് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അവരെല്ലാം ക്യാമ്പിലുണ്ട്. കറണ്ട് കൂടെ ആകുന്ന സ്ഥിതിക്ക് അവരെ ബാക്കി റോഡെല്ലാം വൃത്തിയാക്കി ബാക്കി വീടുകളിലേക്ക് എത്തിക്കും. ഞങ്ങൾ ചാനലിൽ രാവിലെ അങ്ങേ ടെലി വിളിക്കുമ്പോൾ റേഞ്ച് പോകുമായിരുന്നു. അങ്ങ് ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിവിടെ ഫോൺ റേഞ്ചൊക്കെ കുറവ് പ്രദേശം. അന്ന് റേഞ്ചൊന്നും ഇല്ലായിരുന്നു, അന്ന് റേഞ്ചെല്ലാം പോയി. അതെ, അന്ന് എങ്ങും ഭയങ്കര അതെ. ആ മഴ 1 മണിക്കൂറുടെ നിന്നായിരുന്നെങ്കിൽ കോന്നി മണ്ഡലം വല്ലാത്ത പ്രയാസത്തിലേക്ക് എത്തിയത്. കോന്നിയിൽ വലിയ സഹായം ആവശ്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ആ സഹായം സർക്കാർ ഉറപ്പാക്കേണ്ടതാണെന്ന് കൂടിയാണ് ഈ സമയം ഓർപ്പിക്കാനുള്ള. ക്യാമറമാൻ അഖിലേഷ് കൊടുമറ്റൊപ്പം സുജിത് ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.